ആളുകളുടെ പുറകെ നടന്ന് നടന്ന് മടുത്തിട്ടിരിക്കുവാണോ? ഇനി അവരെ നമ്മളടുത്തേക്ക് വരുത്തിച്ചാലോ? പറഞ്ഞുതരാം. 30 ഡേയ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഡേയിന്റെ 5ാമത്തെ വീഡിയോ ആണ്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഫാഷൻ. അതെ, ബി എ മാഗ്നറ്റ്, നോട്ട് എ ചേസർ. അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറാവുന്നതാണ്. 5ാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. 1ാമത്തേത് ബിൽഡ് സെൽഫ് റെസ്പെക്ട്. അതായത് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്തില്ല എങ്കിൽ മറ്റൊരുത്തനും നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല. 2ാമത്തെ ടിപ്പ്, വർക്ക് ഓൺ യുവർ അപ്പിയറൻസ്. ഡ്രസ് ഷാർപ്പ്, സ്മെൽ ഗുഡ്, വാക്ക് കോൺഫിഡന്റ്ലി. കാരണം നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വൈബും അപ്പിയറൻസും സംസാരിച്ച് തുടങ്ങുന്നു. 3ാമത്തേത് കൺട്രോൾ യുവർ എനർജി. ഒരു കാരണവശാലും നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ആരടുത്തും പോയി അറ്റൻഷന് വേണ്ടി ബെഗ് ചെയ്യാനും പാടില്ല. കാരണം കാമായിട്ടുള്ള എനർജി ആയിരിക്കും എപ്പോഴും ക്യൂരിയോസിറ്റിനെ അട്രാക്ട് ചെയ്യുന്നത്. 4ാമത്തെ ടിപ്പാണ് കീപ് ഗ്രോയിങ്. കാരണം ആളുകൾ എപ്പോഴും പ്രോഗ്രസിന്റെ അടുത്ത് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് 1% എങ്കിലും ഡെയിലി ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുക. 5ാമത്തെ ടിപ്പാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡോണ്ട് ബി ടു അവൈലബിൾ ടു എനിവൺ. നമ്മൾ എപ്പോഴും അവൈലബിൾ ആവാത്തത് നമ്മൾ അരോഗന്റ് ആയതുകൊണ്ടോ അവരെ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടോ അല്ല, നേരെ മറിച്ച് നമ്മൾ നമ്മളെ ടൈമിനും എനർജിക്കും വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളടുത്തേക്ക് വരാൻ വേണ്ടി അവരുടെ ടൈമും എനർജിയും കണ്ടെത്തുന്നതാണ്. നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെ ബെറ്റർ പേഴ്സൺ ആവാന്നുള്ളതിനെ പറ്റിയുള്ള കോണ്ടന്റ്സ് ആണ്. ഫോളോ ചെയ്ത് വെച്ചേക്കുക, റിഗ്രറ്റ് ചെയ്യത്തില്ല. ബൈ ബൈ.